നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമേ, നീ എന്താണ് ഇവിടെ നിൽക്കുന്നേ? അതെന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നീ എന്താ ഇവിടെ? കോടീശ്വരന്റെ ഭാര്യയല്ലേ നീ? ഇന്നു മുതൽ നീ സെയിൽസ് ഗേളായത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാക്കണമെങ്കിൽ തെളിവുകൾ ശക്തമായിരിക്കണം. കോടതിയിൽ മറ്റ് വക്കീലമാരെ വിറപ്പിക്കുന്ന വർഗീസ് വക്കീലിന് തെളിവുകൾ ഉണ്ടാക്കാൻ അറിയില്ലെന്നാണോ? എടോ, ഇതൊക്കെ സംഭവിച്ചത് തന്റെ പിടിപ്പേടുകൊണ്ടാ. അല്ലെങ്കിൽ ഒരു നാട്ടുചൊല്ലുണ്ടല്ലോ, കാക്കയെ നമ്പിയാലും കാക്കയെ നമ്പരുതെന്ന്. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. അതല്ല സാറേ, ഇപ്പൊ സാറിനെ പോലെ പണവും സ്വാധീനവും ഒക്കെ ഉള്ള ഒരാളുടെ മുന്നിൽ സാറ് പറയുന്നതെല്ലാം കേട്ട് ഞാൻ നിൽക്കുന്നില്ലേ? ഇതേ വലിപ്പമുള്ള ഒരാൾ തന്നെയാ വന്ദനയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയത്. എന്നെ പോലെ ശക്തനായ ഒരാൾ വന്ന് വന്ദനെ രക്ഷിച്ചെന്നോ? അതെ. ആരാടോ എന്നെക്കാളും ശക്തനായവൻ? മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൻ ജഗൻ. ഇതിനിടയിൽ ഒരു തമാശയുണ്ട്. കുറുപ്പ് വെറുക്കുന്നവളാണ് വന്ദന. ഓ ഓ ഓ വന്ദനയുടെ വീഴ്ച കാത്തിരിക്കുന്ന കുറുപ്പിന്റെ മകൻ തന്നെയാണ് വന്ദനയുടെ രക്ഷകൻ. കുറുപ്പിന് വന്ദനയെ ഇല്ലാതാക്കാൻ ഒരു സഹായി കൂടിയുണ്ട്. അതാരാണെന്നറിയോ? സാഗർ. ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമയാണ് ഈ സാഗർ. അപ്പോ വന്ദനയ്ക്ക് ഞാൻ മാത്രമല്ല ശത്രുവായിട്ടുള്ളത്. അവളുടെ ലെവല് വേറെ ആണല്ലോടോ. അതെ അതെ. ആ കുറുപ്പിനെയും സാഗറിനെയും കൂടെ കൂട്ടിയാൽ ഒരു പൂ പറിക്കുന്ന എളുപ്പത്തിൽ വന്ദനെ തകർക്കാം. എന്റെ നിർദ്ദേശം സ്വീകാര്യമാണെങ്കിൽ എടുത്താൽ മതി. ഒന്നുമില്ലെങ്കിലും കൊന്ന പാപം തലേ കയറ്റി വെച്ചു കൊടുക്കാനെങ്കിലും ആളുണ്ടാവും. തന്റെ ഐഡിയ കൊള്ളാം. വർക്കൗട്ടായ സംഗതി ഓക്കെ. താനൊപ്പം ഉണ്ടാവണം. ഞാനൊരു കൂലിക്കാരനല്ലേ? തരുന്ന കൂലിക്ക് പണിയെടുത്തല്ലേ പറ്റൂ. എന്നാ ഓക്കെ. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. ഹലോ, ഞാനിവിടെ ഉണ്ട്. ആ, അപ്പോ ക്യാഷ് എങ്ങനെയാ? ക്യാഷ് പേ ചെയ്താൽ മതി. ശരി. ശ്യാമേ, നീ എന്താണ് ഇവിടെ നിൽക്കുന്നേ? അതെന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നീ എന്താ ഇവിടെ? കോടീശ്വരന്റെ ഭാര്യയല്ലേ നീ? ഇന്നു മുതൽ നീ സെയിൽസ് ഗേളായത്? ഓർഡർ അനുസരിച്ച് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പണിയാണല്ലോ ഇപ്പൊ നീ ചെയ്തോണ്ടിരിക്കുന്നത്. നിന്നെ ഫോൺ വിളിച്ചാ സ്വിച്ച് ഓഫാ. വോയിസ് മെസ്സേജ് ഇട്ടാ മറുപടിയില്ല. നീ എന്തിനാടാ എനിക്ക് പിടി തരാതെ മുങ്ങി നടക്കുന്നേ?
അതാ എനിക്കറിയണ്ടേ. പറയ്, എന്തു പറ്റി നിനക്ക്? എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ഞാൻ ബിസിയാവും. ആ സമയത്ത് ഫോൺ എടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. നിന്റെ ഈ സെയിൽസ് ഗേൾ വേഷത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പേരിൽ ഏട്ടൻ ഒരു പുതിയ കമ്പനി ആരംഭിക്കാൻ പോവാ. ഇപ്പോ ഏട്ടന്റെ കമ്പനിയിലെ മാർക്കറ്റിംഗ് ഡിവിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നേ. എടാ, പുതിയ കമ്പനിയുടെ MD ആവാൻ പോവാ വർഷ. അതിന്റെ മുന്നോടിയായുള്ള ട്രെയിനിങ് ആടാ പൊട്ട ഇതൊക്കെ. ഒരാള് ഒരു ഹോട്ടൽ തുടങ്ങിയെന്നിരിക്കട്ടെ. അതിന്റെ മുതലാളി അയാളുടെ മക്കളെ ക്യാഷിലിരിക്കാനും ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിക്കാനൊക്കെ ഏർപ്പാടാക്കിയെന്നിരിക്കും. അല്ലാതെ ഹോട്ടലിലെ ബാത്റൂം കഴുകാനും ടോയ്ലറ്റ് വൃത്തിയാക്കാനൊന്നും അല്ല പഠിപ്പിക്കുന്നത്, ആണോ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്റ്റാഫ് ചെയ്യുന്ന പണിയല്ല നീ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കമ്പനിയുടെ ഭരണം ഏറ്റെടുക്കേണ്ടവളാ വർഷ. ഒരു സാധാ സ്കൂട്ടിയില് അതിന്റെ പ്രോഡക്റ്റ് വിൽക്കാൻ നടക്കുന്നത് വലിയ വിചിത്രം തന്നെ. വർഷേ, നീ AC റൂമിൽ ഓഫീസിലിരിക്കേണ്ടവളാ. ഏജന്റുകളുമായി ബന്ധം പുലർത്തി ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ട്രെയിനിങ്, അതാണ് നിനക്ക് വേണ്ടത്. ഫുഡ് ഡെലിവറി പോലുള്ള ഏർപ്പാടല്ല നീ ചെയ്യേണ്ടത്. വെറുതെ കളിയാക്കല്ലേ. എന്റെ കെട്ടിയോനെ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയാവുന്ന ആളാ. ഏത് വലിയ കാര്യത്തിന്റെയും തുടക്കം താഴേക്കിടയിൽ നിന്നായിരിക്കണമെന്നാ അദ്ദേഹത്തിന്റെ പോളിസി. ഒറ്റ സെക്കൻഡേ. നീ ഫോൺ വിളിച്ചാൽ എടുക്കണേ. ഇപ്പൊ എനിക്ക് നല്ല തിരക്കുണ്ട്, പിന്നെ കാണാം. ശരി. ഞാൻ വിളിക്കാമേ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.